പ്രൈമറി വിദ്യാർത്ഥികൾക്ക് ഹിന്ദി പഠനം നിർബന്ധമാക്കുന്നതിൽ നിന്ന് മഹാരാഷ്ട്ര സർക്കാർ പിന്മാറിയ വാർത്ത ഇന്നേറെ ചർച്ചയായി. പക്ഷേ അതിനോട് അനുകൂല നിലപാടുമായാണ് ഇപ്പോൾ കേരളം രംഗത്തെത്തിയിരിക്കുന്നത്. 1-ാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം തുടങ്ങാനാണ് കേരളത്തിന്റെ നീക്കം. എങ്ങനെയാവും ഹിന്ദി ഭാഷാ പഠനം സംസ്ഥാനത്ത് നടപ്പിലാക്കുക? എക്സ്പ്ലെയിനറുമായി കീർത്തന കേശവൻ ചേരുന്നു. മാതൃഭാഷയ്ക്കും ഇംഗ്ലീഷിനും പുറമെ ഹിന്ദിക്കും പ്രാധാന്യം നൽകുന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ NEP. നയപരമായി ഈ നയത്തിനെതിരെയാണ് സംസ്ഥാന സർക്കാർ. എങ്കിലും ത്രിഭാഷാ പരിപാടിക്കനുസരിച്ച് മുന്നോട്ടു നീങ്ങാനാണ് സർക്കാർ ആലോചന. ഭാഷാ പഠനത്തെയല്ല ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെയാണ് എതിർക്കുന്നതെന്നാണ് സർക്കാർ നിലപാട്. അതിഥി തൊഴിലാളികളുടെ മക്കളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കൂടുതലായി ആകർഷിക്കാനും ഈ നിലപാട് സഹായകരമാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷ. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഹിന്ദി പഠനത്തിന് പ്രാമുഖ്യം നൽകി പുതിയ മാർഗരേഖ തയ്യാറാക്കിയിരിക്കുകയാണ് സർക്കാർ. നിലവിൽ 5-ാം ക്ലാസ്സിൽ തുടങ്ങുന്ന ഹിന്ദി പഠനം 1-ാം ക്ലാസ് മുതൽ തുടങ്ങുന്ന വിധം മാറ്റാനാണ് പ്രധാന ആലോചന. ഹിന്ദി വായിക്കാനും എഴുതാനും സംസാരിക്കാനുമുള്ള കഴിവ് കുട്ടികൾക്കുണ്ടാക്കാനുള്ള പ്രത്യേക പഠന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. ഇതിനായി ഹിന്ദി ക്ലബ് പ്രവർത്തനം ഊർജിതമാക്കും. ഹിന്ദി സംസാരിക്കാൻ അവസരമൊരുക്കി ദിവസേന ക്ലാസ് റൂം സംഭാഷണം, ചർച്ച എന്നിവ സംഘടിപ്പിക്കും. ഹിന്ദി സിനിമകൾ കാണാനും ഹിന്ദി തിയേറ്റർ, സ്കിറ്റ് തുടങ്ങിയ ആക്ടിവിറ്റികളും തുടർച്ചയായി നടത്തും. ഹിന്ദി പുസ്തക വായന പ്രോത്സാഹിപ്പിക്കൽ, ഹിന്ദി പത്രം തയ്യാറാക്കൽ, ഹിന്ദിയിൽ കുട്ടികളുടെ സർഗരചന എന്നിവയൊക്കെ നടപ്പിലാക്കാനും ഈ മാർഗരേഖയിൽ പറയുന്നു. എല്ലാ കുട്ടികളും നിർബന്ധമായും ഹിന്ദി പഠിക്കുന്ന തരത്തിലാണ് ഈ ഭാഷാ പദ്ധതി.